അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ കർത്താവ് അവസരം നൽകുന്നല്ലോ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് തിരുവെഴുത്തുകളെ ശ്രമിക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിശ്ചയമായിട്ടും എനിക്കറിയാം ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് മെസ്സേജ് ഉണ്ട്. അത് നിശ്ചയമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഞാൻ കഴിഞ്ഞ രാത്രിയിലെ യോഗത്തിൽ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു നിയോഗം നമ്മെ എന്തിനു വിളിച്ചു എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകാനാണ്. വിളി മറന്ന് യാത്ര ചെയ്തതിനേക്കാൾ വിളി മനസ്സിലാക്കി യാത്ര ചെയ്യുന്നതിന് വലിയ ആവശ്യകതയുണ്ട്. തന്നെയുമല്ല, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയാണ്. ഞാനിപ്പോൾ എൻ്റെ മാതൃസഭ, എനിക്ക് സഭാ ശുശ്രൂഷ ഇപ്പോൾ ഇല്ല. എൻ്റെ മാതൃസഭയിൽ ഉള്ള സീനിയർ ശുശ്രൂഷകൻ നിരന്തരമായി ഒരാഴ്ചയിലെ യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ ആഴ്ച അവസാനിക്കുന്ന സഭായോഗത്തിൽ വചനം ശുശ്രൂഷിക്കാനുള്ള അവസരം എൻ്റെതാണ്. എന്നാൽ അതിൻ്റെ ഇടദിവസങ്ങളിലെ യോഗങ്ങളിലെല്ലാം കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു പദം ആവർത്തിച്ച് പറയുവാനിടയായി. നമ്മുടെ പ്രസംഗങ്ങൾ ജനത്തെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഉതകുന്നതായിരിക്കണം. അതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസാദം. ഞാൻ ആ വാക്ക് എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയും ആ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജിന്റെ ഒരു വേ ഓഫ് സ്റ്റൈലിനൊരു ചെറിയ വ്യത്യാസം വന്നോ എന്ന് പോലും എനിക്കും ചിന്ത. എന്താണെങ്കിലും തിരുവെഴുത്താണല്ലോ. തിരുവെഴുത്ത് നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ധന്യതയാണ്, അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ തിരുവെഴുത്തിലെ, ഈ പുസ്തകത്തിലെ വചനങ്ങളെ വായിച്ചു കേൾക്കുന്നത് ഒരനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ആ നിലയിൽ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ടാകണം, ദൈവത്തോടുണ്ടാകരുത്, ശുശ്രൂഷകന്മാരോടുണ്ടാകരുത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ തുടങ്ങി വെച്ചത് റോമാലേഖനം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യമാണ്. 17ഉം 21ഉം 2 വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് 4 വാഴ്ചകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് നമ്മുടെ സന്ദേശം തുടങ്ങിയത്. അതിൽ 1-ാമത്തെ വാഴ്ച പാപങ്ങളുടെ വാഴ്ചയാണ്. പാപത്തിന്റെ വാഴ്ചയിൽ നിന്നാണ് പാപങ്ങളുടെ വാഴ്ച തുടങ്ങിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടായിട്ട് പഠിക്കണം. പാപത്തെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. പാപത്തെ 2ആയി തിരിക്കണം. അതിനുശേഷം അതിനെ 5 റൂട്ടിലേക്ക് പഠിച്ചാൽ ആഴങ്ങളിൽ പഠിക്കുവാനുള്ള ഒരു സബ്ജക്റ്റാണ് പാപം എന്നുള്ളത് തന്നെ. അതിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം എന്താണെന്ന് തിരിച്ചറിയാം. നമ്മളൊന്നും പാപികളാണെന്ന് ചോദിച്ചാൽ പാപികളല്ല, ആണോ? നമ്മളൊക്കെ ദൈവമക്കളാണ്. ദൈവമക്കൾ എന്നാ വിളിക്കുന്നത്, പാപികളെന്നല്ല. പക്ഷെ ദൈവമക്കളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അത് പാപ സ്വഭാവങ്ങൾ, വിട്ടുമാറാത്ത പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ മതിയാവൂ. കാരണം നമ്മൾ ഫ്ലഷ് ബോഡിയിലാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. രക്ഷയുടെ 2-ാമത്തെ ഘട്ടത്തിൽ നാം മുന്നോട്ട് പോകുകയാണ്. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്.
ഒന്ന് നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ഇത് ഇല്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എനിക്ക് അതിനൊക്കെ വേദപുസ്തകത്തിന് മറുപടി പറയാനുണ്ട്. ഞാന് ഒരാളെ പേര് പറഞ്ഞ് അവഹേളിക്കാനോ വിമർശിക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഒരു പ്രത്യേക വിഭാഗം പഠിപ്പിക്കുന്ന രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നാ. ഞാൻ അവരുമായിട്ട് വലിയ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒടുവിൽ ഞങ്ങൾ ആ സംവാദത്തിന്റെ ഒടുവിൽ എത്തിച്ചേർന്നത്, ഒന്നുകിൽ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഹൈപ്പർ ഗ്രേസിന്റെ ആളാന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പഠനം ശരിയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കണം. രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിശുദ്ധീകരണ കാലഘട്ടം? വേണ്ടാലോ. രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തേജസ്കരണം? രക്ഷിക്കപ്പെട്ട പോലെ. അതിന്റെ അങ്ങനെ പഠിപ്പിച്ചാൽ അത് ഹൈപ്പർ ഗ്രേസിന്റെ ടീച്ചിങ്ങിലേക്കാണ് എത്തുന്നത്. അങ്ങനെയല്ല. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് നീതീകരണം. 2, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് വിശുദ്ധീകരണം. അത് ഡെയിലി ക്ലെൻസിങ് ആണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദിവസവും ഉണ്ടാകുന്നതാണ്. 3-മത്തേത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് തേജസ്കരണം. ഈ 3 ഘട്ടങ്ങൾ ദൈവമക്കൾക്കുണ്ട്. എന്നാൽ വിശുദ്ധീകരണ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിച്ചും ഉപവസിച്ചും വചനം ധ്യാനിച്ചും ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തും നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ തെറ്റുകൾ ചെയ്യാതെ നമ്മെ സൂക്ഷിച്ചുമൊക്കെ മുന്നോട്ട് പോകാൻ വെമ്പൽ കൊണ്ടാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിയാ മതി. എങ്ങനെയെങ്കിലും. അങ്ങനെ എങ്ങനെയെങ്കിലും കയറി ചെല്ലാനുള്ള സ്ഥലമൊന്നും അല്ല സ്വർഗം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. ആ പദം അങ്ങനെ പറയുന്നത് തെറ്റാന്നല്ല. അതിനുവേണ്ടി നാം നമ്മാൽ ആവോളം പ്രവർത്തിക്കുകയാണ്. നമ്മാൽ ആവോളം പ്രവർത്തിക്കുമ്പോൾ നാം അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില മേഖലകളുണ്ട്. ആ ശ്രദ്ധിക്കാതെ പോകുന്ന മേഖലകളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിക്കാനാണ് ഞാൻ ഈ സന്ദേശത്തിൽ കൂടെ ശ്രമിക്കുന്നത് എന്ന് മുഖവുരയായി 1-2 പദങ്ങൾ പറഞ്ഞ് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ച ആഴമേറിയ ചിന്ത ദൈവമക്കൾ പാപം ചെയ്യുമോ എന്നുള്ളതാണ്. ദൈവമക്കൾ പാപം ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ആ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അനുഭവത്തോട്, പാപ ചിന്തകളോട് നമ്മളുടെ പ്രതികരണം എങ്ങനെയാകണം എന്നതാണ് ഒന്നാമത്തെ ചിന്ത. 2, ആ വിഷയത്തിൽ ദൈവത്തിന്റെ മനോഭാവം എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്, ഇതും നമുക്ക് വലിയ ചിന്തയായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും പാരലായിട്ട് നമ്മൾ ചിന്തിച്ച് പോകുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചു, മോശയെയും പൗലോസിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതവും അവരുടെ ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞതുമായ സത്യങ്ങൾ. മോശ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അപ്പോൾ മോശ പറയുകയാണ്, ഞങ്ങൾക്ക് അകൃത്യമുണ്ട്, ഞങ്ങൾക്ക് രഹസ്യപാപമുണ്ട്. 2, പൗലോസ് പറയുകയാണ്, ഞാൻ നന്മ ചെയ്യാനാണ് ഇച്ഛിക്കുന്നത്, ആഗ്രഹം മൊത്തം നല്ലത് ചെയ്യാനാണ്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ വന്നു ഭവിക്കുന്നു. ആയിട്ടല്ല, അറിയാതെ നമ്മെ അതിന് പൗലോസ് പറയുക, എന്നെ അതിന് ബദ്ധനാക്കി കളയുകയാണ്. ഇച്ഛിക്കുന്നത് മുഴുവൻ നല്ലത് ചെയ്യാനാണെങ്കിലും പൗലോസിനെ ബദ്ധനാക്കി കളയുന്ന, പൗലോസിനെ
പൊസസ് ചെയ്യുന്നത് പോലെ, ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കല്ലേ, പൗലോസിനെ പാപത്തിന് ബദ്ധനാക്കി കളയുന്ന ഒരു അനുഭവം തന്റെ അവയവങ്ങളിൽ പോരാടും. അവയവങ്ങളിലെ പാപം അത് വളരെ ഗൗരവത്തോടെ നാം കാണണം. ഇയ്യോബ് പറഞ്ഞൊരു പദം, സങ്കീർത്തനത്തിലെ ഒരു പദവും നമ്മൾ ചേർത്തൊന്ന് പഠിച്ചാൽ വളരെ ഗൗരവമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിയമം ചെയ്ത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. അത് ദൈവത്തിന്റെ മനോഭാവമാണ്, ദൈവത്തിന്റെ അർപ്പണമാണ്. അപ്പോ നിയമം ചെയ്ത് യാഗം കഴിച്ച വിശുദ്ധന്മാർ, യാഗം കഴിച്ച വിശുദ്ധന്മാരല്ല. അങ്ങനെ അത് പുസ്തകം പഠിപ്പിക്കുന്നില്ല. അതിന് ക്ലോസ് ഉണ്ട് മറുവശത്ത്. നിയമം ചെയ്ത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ യാഗം കഴിച്ചവർ. ആരാധിക്കുന്നവരെ എല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രമാണത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. പ്രമാണമില്ലാത്ത ആരാധന ദൈവം അംഗീകരിക്കുന്നതല്ല. ഇവിടെ പറയുകയാണ് നിയമം ചെയ്ത്. അതിനും നല്ല ഒരു മറുപടി പറഞ്ഞ ഇയ്യോബ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? കണ്ണിനോട്, അവയവങ്ങളോട് നിയമം ചെയ്ത ഭക്തൻ. ഓ, നമ്മുടെ അവയവങ്ങളുമായി നമുക്കൊരു നിയമം ചെയ്യണം, അല്ലെങ്കിൽ അവയവങ്ങളെ സൂക്ഷിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് യോബിന്റെ ആ പദത്തിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. വെറുതെ കൈയടിച്ചാൽ, വെറുതെ പാട്ടുപാടിയാൽ, വെറുതെ എന്റെ ഭാഷ പറഞ്ഞാൽ അതൊക്കെ പറ്റും, അതൊക്കെ പറ്റും. ഒരു വശത്ത് അതൊക്കെ നടക്കും. ഞാൻ അല്പം കഴിയുമ്പോൾ തെളിയിക്കും. കുറച്ച് ആഴമായി ഇന്ന് രാത്രി അത് തെളിയിക്കാനാണ് ഞാൻ പോകുന്നത്. ദൈവത്തിന് പ്രസാദം എന്താണ്? നിയമം ചെയ്ത യാഗമർപ്പിക്കുന്ന വിശുദ്ധന്മാരെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ശ്രദ്ധിച്ചേ. അറിയാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് നാം തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നുള്ളത് ഞാൻ ഭയക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അതിൽ ദൈവത്തിന്റെ ചിന്ത അല്ലെങ്കിൽ ദൈവത്തിന്റെ മനോഭാവം എന്ത് എന്ന് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പോവുക. ചില വ്യക്തിത്വങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ അവതരിപ്പിക്കാം. ഈ രാത്രിയിലെ തുടർചിന്തയ്ക്ക് ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. ഹോശേയ പ്രവചന പുസ്തകം, അതിന്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഹോശേയ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു വായിക്കണം ആ വേദഭാഗം. വായിക്കാമോ? യഹോവ അവനോട്, അവന് ഇസ്രായേൽ ദൈവം വിതയ്ക്കുമെന്നർത്ഥം എന്ന് പേര് വിളിക്കുക. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിന്റെ രക്തപാതകങ്ങളെ യേഹു ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. പദം നമ്മള് നന്നായി വായിച്ചു എങ്കിലും അല്പം ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കേണ്ട ഒരു വേദഭാഗമാണ് അത് എന്ന് ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ് ശ്രദ്ധിച്ച് വായിക്കണം. അത് എല്ലാവർക്കും, ശുശ്രൂഷകന്മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വരുന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വായിക്കുന്നത് എങ്ങനെയാണ്? തെറ്റിദ്ധരിക്കരുത്. ഞാൻ വായിച്ചാലും ആദ്യമൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ജസ്രീ ആ പദം ഇംഗ്ലീഷ് വായിച്ചാലേ ക്ലിയർ ആകും. ഞാനത് ഒന്നുകൂടെ വായിക്കാം. യഹോവ അവനോട്, അവന് ഇസ്രായേൽ ജസ്രീൻ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജസ്രീലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച്
ഇസ്രായേലിന്റെ ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. ശ്രദ്ധിക്കണേ, രണ്ട് പദമുണ്ട്. ഒന്ന് ജസ്രീലുണ്ട്, മറ്റൊന്ന് ഇസ്രായേലുണ്ട്. രണ്ടും രണ്ട് പദമാണ്. ഇനി ആ ഭാഗം നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കണേ. എന്താണ് ഈ വേദഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ ഭാഗത്തിന്റെ ആഴമേറിയ ചിന്ത? ഹോശയ എന്ന് പറയുന്ന മനുഷ്യൻ 8-ാം നൂറ്റാണ്ടിൽ, BC 8-ാം നൂറ്റാണ്ടിൽ ശുശ്രൂഷിച്ചിരുന്ന ഒരു ശുശ്രൂഷകനാണ്. അന്നത്തെ കാലത്ത് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട പ്രവാചക വൃന്ദങ്ങളിലെ ശക്തനായിരുന്നു ഹോശയ. ഹോശയയോട് ദൈവം പറയുന്ന ഒരു ദൂത് എന്താണ്? നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. ശ്രദ്ധിക്കണേ, വിശുദ്ധിയോടെ നിന്ന് ദൈവത്തിനു വേണ്ടി പ്രവചിക്കുന്ന ഒരു പ്രവാചകനോട് പറയുക, നീ ചെന്ന അഡൽട്ടറിയിൽ ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ. അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ? ഇതൊക്കെ വേദപുസ്തകത്തിന്റെ ചിന്തകൾക്ക് ചേരുന്നതാണോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ വേദപുസ്തകത്തിന്റെ ഭാഗം നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടും ആ വേദപുസ്തകത്തിന്റെ ചിന്ത വേണ്ട നിലയിൽ ഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് അങ്ങനെയുള്ള ചിന്തകൾ, വാക്കുകളും വരുന്നത്. അത് അറിയണമെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം. ഒന്ന്. രണ്ട്, ആ കാലഘട്ടത്തിന്റെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം. മൂന്ന്, ആ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത നിയമങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഈ മൂന്ന് കാര്യങ്ങൾ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടും ആ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത പ്രമാണങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള അറിവ് കുറവുമാണ് ഈ പദം തെറ്റിദ്ധരിക്കാൻ കാരണം. എന്താണ് ആ ഭാഗത്തിന്റെ അർത്ഥം? ഒറ്റ വാക്കിൽ വിശദീകരിക്കാം. ആഴത്തിൽ വിശദീകരിക്കേണ്ടതാണ്. ഒറ്റ വാക്കിൽ വിശദീകരിക്കാം. വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു പ്രവാചകൻ. 8-ാം നൂറ്റാണ്ടിൽ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ നിന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാ ഹോശയ ആ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ പോയി അഡൽട്ടറി ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അതെന്താ അതിന്റെ അർത്ഥം? ആ കാലഘട്ടത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് കനാന്യ ഫെർട്ടിലിറ്റി കൾട്ട്. അപ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം. കനാന്യ ഫെർട്ടിലിറ്റി കൾട്ട് എന്താണ്? കനാന്റെ അല്ലെങ്കിൽ കനാന്യരുടെ ചിന്ത, അവരുടെ ഇടയിലെ പെൺകുട്ടികൾ, വിവാഹിതരായ പെൺകുട്ടികളും വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടികളും അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി താമസിച്ച് അവിടുത്തെ പൂജാരികളുമായി ശാരീരിക വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ദൈവം പ്രസാദിക്കുമെന്നും അത് നിമിത്തം അവർക്ക് കൃഷിയിൽ വർധനവ് കിട്ടുമെന്നുമുള്ള ഒരു കനാന്യ ചിന്താഗതി കനാന്യ ജാതികളുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെ കനാന്യ ജാതികളുടെ ഇടയിൽ ഈ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പോയി പാർത്ത് അവിടുത്തെ പൂജാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമല്ലെന്നും അത് നിമിത്തം ദൈവപ്രസാദം ലഭിക്കുമെന്നും അത് നിമിത്തം കൃഷിയിൽ വർധനമുണ്ടാകുമെന്നുമുള്ള അവരുടെ വിശ്വാസം കനാന്യരുടെ ഇടയിൽ നിൽക്കെ, അതാണ് കനാന്യ ഫെർട്ടിലിറ്റി കൾട്ട്. ആ കനാന്യരുടെ ഇടയിൽ ഇസ്രായേൽ പാർക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ പാർക്കുമ്പോൾ കനാന്യ ഫെർട്ടിലിറ്റി കൾട്ട് ഇസ്രായേൽ അഡോപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇസ്രായേലിലെ പെൺകുട്ടികൾ കനാന്യ ക്ഷേത്രങ്ങളിൽ പോയി പാർത്ത് അവിടുത്തെ പൂജാരികളുമായി പാപത്തിൽ ഏർപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? കൃഷി വർദ്ധിപ്പിക്കാൻ, അവർക്ക് കൃഷി വർധന ഉണ്ടാകാൻ. അപ്പൊ കനാന്യ ഫെർട്ടിലിറ്റി കൾട്ട് ഇവരുടെ ഇടയിലേക്ക് കയറി, ഇസ്രായേലിലേക്ക് കയറി.
ഇസ്രായേലിലെ പെൺകുട്ടികൾ, വിവാഹിതരും വിവാഹം കഴിക്കുവാൻ പോകുന്നവരുമായ പെൺകുട്ടികൾ അങ്ങനെ പാപത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു വിശുദ്ധിയുള്ള പെൺകുട്ടിയെ കിട്ടാനില്ലാതെയായി. അതുകൊണ്ടാണ് ആ നിലയിൽ ഒരു പെൺകൊച്ചിനെ പോയി കല്യാണം കഴിക്കാൻ ഹോശയോട് ദൈവം ആവശ്യപ്പെട്ടത്. എന്തിനാണെന്നറിയാമോ? ഹോശയിൽ കൂടെ ആ ജനത്തോട് ദൈവത്തിനൊരു സന്ദേശം പറയാൻ വേണ്ടിയാണ്. ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം നമ്മൾ പഠിച്ചാൽ, അനന്തരം യഹോവ എന്നോട് ഇസ്രായേൽ അന്യദേവന്മാരോട് ചേർന്ന് അവരുടെ മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കണേ, എന്ന് പറഞ്ഞാൽ ഹോശയ അവൻ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ദൈവം പറയുകയാണ്, ഇസ്രായേലേ, നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹോശയ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ. ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അവരെ വ്യക്തമാക്കാം ദൈവം ഹോശയായിൽ കൂടെ സംസാരിക്കുക. എന്നിട്ട് ദൈവം ഹോശയിൽ കൂടെ സംസാരിക്കുമ്പോൾ ഹോശയോട് പറയുകയാണ്, നീ ചെന്നൊരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം. എന്താ? പാപം ചെയ്ത ഒരു പെൺകൊച്ചിനെ. അവൻ പോയി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. ദൈവം പറയാണ്, ആ കൊച്ചിനൊരു പേരിടണം. എന്താണ്? ജസ്രീൽ, ദൈവം വിതയ്ക്കും എന്ന് പേര് വിളിക്കണം. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി കുറെ കാലം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഹോശയായ്ക്ക് ഒരു കൊച്ചുണ്ടായി, അവന്റെ പേരാണ് ജസ്രീൽ. ഇനിയും ദൈവം പറയാണ്, കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജസ്രീലിന്റെ രക്തപാതകങ്ങളെ, അപ്പൊ ആ കൊച്ചിന്റെ പേര് പറയുന്നു, ഞാൻ ജസ്രീലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിക്കും. എന്നിട്ട് ഇസ്രായേലിന്റെ രാജത്വം ഇല്ലാതെയാക്കും. എന്തുവാ ഇതിന്റെ അർത്ഥം? എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. അല്പം കാഠിന്യമുള്ള ഒരു ഭാഗമാണ് മനസ്സിലാക്കാൻ. ഞാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കും, ഇതറിയണമെങ്കിൽ ഈ ജസ്രീൽ എന്ന വാക്ക് നമ്മൾ പഠിക്കണം. എന്താണ് ജസ്രീൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക? ആ പദം 2 പ്രത്യേക വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഒന്ന്, ആ പേര് ഒരു പ്രൊഫറ്റിക്കൽ നെയിമാണ്, പ്രാവചനിക നാമമാണ്. 2, അതൊരു പൊളിറ്റിക്കൽ നാമമാണ്, രാഷ്ട്രീയ നാമമാണ്. ഇപ്പൊ ജസ്രീൽ എന്ന പേര് ദൈവം ഇടാൻ പറഞ്ഞതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ചിന്ത കൈമാറാനുണ്ട്. എന്താണ്? ജസ്രീൽ എന്ന് പറയുന്നത് ഒരു പ്രാവചനിക ദൈവമായിരിക്കുമ്പോൾ തന്നെ അതൊരു പൊളിറ്റിക്കൽ നെയിമാണ്, രാഷ്ട്രീയ നാമമാണ്. ഇതൊരു കൊച്ചിന്റെ പേരായിരിക്കുമ്പോൾ തന്നെ ജസ്രീൽ എന്ന് പറയുന്നത് ഒരു താഴ്വരയുടെ പേരാണ്. യഹോശാഫാത്ത് താഴ്വരയോട് ചേർന്ന് കിടക്കുന്ന 20 മൈൽ നീളവും 16 മൈൽ വീതിയുമുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുവാൻ പോകുന്ന യഹോശാഫാത്ത് താഴ്വരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു താഴ്വരയുടെ പേരുകൂടെയാണ് ജസ്രീൽ. ഞാനത് തെളിയിക്കാം. അപ്പോ എന്താ ദൈവം പറയുന്നത്? ഒരു കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് ദൈവം പറയാണ്, ഞാൻ ഇനി ജസ്രീലിന്റെ രക്തപാതകങ്ങളെ എന്തോ ചെയ്യും? യേഹൂ ഗൃഹത്തോട് സന്ദർശിക്കും. ആരാ? യേഹൂ. ഇനിയും യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ചിട്ട് ഇസ്രായേലിന്റെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തന്നെ രാജത്വം ഇല്ലാതാക്കും. ഇത് എല്ലാവരും വായിച്ചാൽ മനസ്സിലാകില്ല, പക്ഷെ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം പഠിക്കാം. ആരാണ് യേഹൂ? എന്താണ് ഇസ്രായേലിന്റെ രാജത്വവുമായവനുള്ള ബന്ധം? നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും
വാക്യം. എലീശ, ഞാൻ വായിച്ചോളാം. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ എവിടെയിരിക്കുന്നത് നോക്കി അകത്ത് ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകാം. സ്കോളിലേക്കാമോ? പിന്നെ തൈലപാത്രം എടുത്തവന്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോകാം. ശ്രദ്ധിക്കൂ, എലീശയുടെ അടുക്കൽ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് എലീശ ഒരു യൗവനക്കാരനെ യേഹൂ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നു. ആരാണ് യേഹൂ? ഇസ്രായേലിലെ മൂന്നാമത്തെ ഗവൺമെന്റിന്റെ അധിപനായിരിക്കുന്ന ആഹാബ് ഗവൺമെന്റിലെ ബ്രിഗേഡിയർ ആണ് ആ കാലഘട്ടത്തിൽ യേഹൂ. യേഹൂവിന്റെ അടുക്കിലേക്ക് ഒരു യൗവനക്കാരനെ പറഞ്ഞയച്ചെന്ന് പറയാ, നീ അവനെ ചെന്ന് അഭിഷേകം ചെയ്തിച്ചു ഓടിപ്പോക. അവൻ അവിടെ എത്തിയ ശേഷം അവനെ അഭിഷേകം ചെയ്ത ശേഷം അവനെ ഓടിപ്പോയി. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോട് കാര്യം അറിയിപ്പാനുണ്ട് എന്ന് പറഞ്ഞത് ആരോടാകുന്നു എന്ന് യേഹൂ ചോദിച്ചു. നിന്നോട് തന്നെ എന്നവൻ മറുപടി പറഞ്ഞു. ശ്രദ്ധിക്കൂ, അതിനുശേഷം അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കിടന്നപ്പോൾ തൈലപാത്രം എടുത്തവന്റെ തലയിൽ ഒഴിച്ച് യഹോവ അവനോട് പറഞ്ഞു തന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരം അത് ചെയ്തു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായി ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ ബ്രിഗേഡിയർ ആയിരുന്ന യേഹൂവിനെ ദൈവം ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. ഇനിയും അഭിഷേകം ചെയ്ത ശേഷം യേഹൂ എന്ത് ചെയ്തു? ശ്രദ്ധിക്കൂ, യേഹൂ ചെയ്ത കാര്യം അതിന്റെ 16-ാമത്തെ വാക്യം, 9-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അങ്ങനെ യേഹൂ രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ശ്രദ്ധിക്കണേ, അങ്ങനെ യേഹൂ രഥം കയറി ജസ്രീലിലേക്ക് പോയി. അപ്പോ ജസ്രീൽ എന്ന് പറയുന്നത് ഹോശയുടെ മകനന്റെ പേരായിരിക്കുമ്പോൾ തന്നെ ജസ്രീൽ ഒരു സ്ഥലമാണെന്ന് കൂടെ എഴുതിയിരിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ നെയിമാണ്, രാഷ്ട്രീയ നാമം, ഒരു സ്ഥലപ്രേര. യേഹൂ രഥം കയറി ജസ്രീലിലേക്ക് പോയി. ജസ്രീലിലേക്ക് പോയിട്ട് യേഹൂ എന്നാ ചെയ്തു? യേഹൂ അവിടെ ചെന്നത് എന്താണ്? അതിന്റെ 22-ാമത്തെ വാക്യം. ജസ്രീലിലേക്ക് രഥം കയറി ഓടിപ്പോകുന്ന യേഹൂവിനെ ആഹാബിന്റെ മകനായ യോരാം കണ്ടപ്പോൾ, യേഹൂവിനെ കണ്ടപ്പോൾ യോരാം യേഹൂവേ, 22-ാമത്തെ വാക്യം, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. യേഹൂ വില്ലു കുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവെ എഴുതവനെ കൊന്നു. അപ്പൊ ജസ്രീലിൽ ചെന്നപ്പോ അഭിഷേകം പ്രാപിച്ച യേഹൂ ചെയ്തത് എന്താണ്? ഒന്നാമത് ചെയ്തത് ഇസബേലിന്റെയും ആഹാബിന്റെ മകനായ യോരാമിനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. 2, അവൻ എന്താണ് ചെയ്തത്? 29 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ, അതിനുശേഷം യേഹൂ രഥം കയറി മുന്നോട്ട് ചെല്ലുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന യേഹൂവിനെ കണ്ടിട്ട് അവരെ വശീകരിക്കുവാൻ മുടിചീകെ കണ്ണെഴുതി കിളിവാതിൽ കൂടെ ഇസബേല് പുറത്തേക്ക് നോക്കുമ്പോൾ യേഹൂവിനെ കണ്ട് സംസാരിക്കുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് യേഹൂ പറയുകയാണ്, ഇവിടെ അവിടെ 32-ാമത്തെ വാക്യം, അവൻ തന്റെ മുഖം കിളിവാതിൽ നേരെ ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്?
ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ഡന്മാർ പുറത്തേക്ക് നോക്കി. അവളെ തള്ളി താഴെ ഇടുവീൻ എന്നവൻ കൽപ്പിച്ചു. ഉടനെ അവളെ തള്ളി താഴെ ഇട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അപ്പോ രണ്ടാമത് യേഹൂ ചെയ്തത് എന്താണ്? ജെസ്രയേലിലേക്ക് ചെന്നത് അന്നത്തെ രാജാവിന്റെ പത്നിയായിരുന്ന, അന്നത്തെ രാജ്ഞിയായിരുന്ന ഇസബേലിനെ കൊന്നു. മൂന്നാമത്തെ 10-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, അവൻ ചെന്നിട്ട് ഇസ്രായേലിലെ രാജാവായ യേഹൂവിന്റെ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രന്മാരെ പിടിച്ചു. ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചു കൊന്നു. അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. അഭിഷേകം പ്രാപിച്ച യേഹൂ ചെയ്ത മൂന്നാമത്തെ കാര്യം 70 രാജാക്കന്മാരെ കൊന്നു ജെസ്രയേലിൽ വെച്ച്. അടുത്തത് 11-ാമത്തെ വാക്യം, ഈ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവൻ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരെയും ശേഷിക്കാതെ വണ്ണം കൊന്നു കളഞ്ഞു. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, ശേഷിച്ചവരെ ഒക്കെ, ബന്ധുക്കളെ, റിലേറ്റീവ്സിനെ, പിന്നെ മഹത്തുക്കൾ VVIPs-നെ, അതിനുശേഷം പ്രീസ്റ്റിനെ, ഒരെണ്ണത്തെയും ശേഷിപ്പിക്കാതെ കൊന്നു. അതിനുശേഷം 19-ാമത്തെ വാക്യത്തിൽ പൂജാഗിരികളിലുള്ള പൂജകന്മാരെ കൊന്നു. ഇനിയും ഇതിന്റെ ഇടയിൽ യോരാമിന്റെ അമ്മാവനെ കൊന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച യേഹൂ രഥം കയറി ജെസ്രയേലിലേക്ക് ചെന്ന് ഒരു വലിയ രക്തപാതകം നടത്തി. അതാണ് ജെസ്രയേലിന്റെ രക്തപാതകം. എന്താണ്? 11 ഗ്രൂപ്പുകളെ അവൻ കൊന്നു. ഇനി ആ കൊന്നതോ, ശ്രദ്ധിച്ചേ, അങ്ങനെ കൊന്നതിനെ കുറിച്ച് ദൈവം പറയാണ്, യഹോവ യേഹൂവിനോട് 10-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, യഹോവ യേഹൂവിനോട്, എനിക്ക് ഇഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജസ്ഥലത്തിൽ 4-ാം തലമുറ വരെയിരിക്കും. ശ്രദ്ധിച്ചേ, അപ്പൊ ആ യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്തു. യേഹൂ രഥം കയറി ജെസ്രയേലിലേക്ക് പോയി 11 ഗ്രൂപ്പുകളെ കൊന്നു. യോരാമിനെ കൊന്നു, അവന്റെ അമ്മയായ ഇസബേലിനെ കൊന്നു, പൂജകന്മാരെ കൊന്നു, പുരോഹിതന്മാരെ കൊന്നു, ബന്ധുക്കളെ കൊന്നു, മഹത്തുക്കളെ കൊന്നു, 70 രാജകുമാരന്മാരെ കൊന്നു, അവൻ യോരാമിന്റെ അമ്മാവനെ കൊന്നു. ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പിനെ, 11 ഗ്രൂപ്പിനെ അവൻ കൊന്ന ശേഷം ആ പ്രവർത്തി രക്തം ചൊരിയിച്ചു. ജെസ്രയേലിൽ രക്തപാതകം ചെയ്തപ്പോൾ ദൈവം പറയുകയാണ്, യേഹൂവേ, നീ ചെയ്തത് എനിക്ക് ഇഷ്ടമുള്ളതാ, എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണമാ ചെയ്തതാ, പെർഫെക്റ്റായി ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്റെ തലമുറയെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പൊ യേഹൂ ഈ ചെയ്തത് നല്ലതാണോ? ദൈവം പറയാണ്, നീ ചെയ്തത് പെർഫെക്റ്റ് ആണ്, എന്റെ ഇഷ്ടമാ നീ ചെയ്തത്. ഇനി ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കാമോ? 2 ദിനവൃത്താന്ത പുസ്തകം 22-ന്റെ 7 വായിച്ചേക്കാമോ? 2 ദിനവൃത്താന്ത പുസ്തകം 22-ന്റെ 7. Second Chronicles 22:7. എന്നാൽ ദ്രവ്യം, സെക്കൻഡ് ക്രോണിക്കൽസ്, ഓക്കെ, സെക്കൻഡ് ക്രോണിക്കൽസ് 22:7. യോരാമിന്റെ അടുക്കൽ ചെന്നത് അസഹ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷിയുടെ മകനായ യേഹൂവിന്റെ നേരെ അവൻ യെരോഹാമിനോട് കൂടെ പുറപ്പെട്ടു. ശ്രദ്ധിക്കൂ, യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായും ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷിയുടെ മകനായ യേഹൂവിന്റെ നേരെ. അപ്പോ
ദൈവം എന്തിനാ യേഹൂവിനെ അഭിഷേകം ചെയ്തത്? അവിടെ എഴുതിയിരിക്കുക, ആഹാബ് ഗൃഹത്തിന് നിർമൂല നാശം വരുത്താൻ, ആഹാബ് ഗൃഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്തു. ആ അഭിഷേകം പ്രാപിച്ച യേഹൂ രഥം കയറി ജസ്രീലിലേക്ക് പോയിട്ട് തന്നെ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തോ ആ പ്രവൃത്തി താൻ ദൈവത്തിനു വേണ്ടി ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പ്രവൃത്തി കണ്ടിട്ട് ദൈവം പറയുകയാണ്, നീ ചെയ്തത് എന്റെ ഹിതപ്രകാരമാണ്, എനിക്ക് ഇഷ്ടമുള്ളതാണ്, നന്നായി ചെയ്തു. അപ്പോ യേഹൂ ചെയ്തത് ശരിയല്ലേ? യേഹൂവിനെ അതിനുവേണ്ടിയല്ലേ ദൈവം അഭിഷേകം ചെയ്തത്? ഇങ്ങനെ ദൈവം അഭിഷേകം ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ ഒരു പ്രോസസ്സിങ്ങിനു വേണ്ടി മാത്രം ദൈവം അഭിഷേകം ചെയ്ത യേഹൂ ദൈവഹിതപ്രകാരം രഥം കയറി ജസ്രീലിൽ ചെന്ന് ആ രക്തപാതകം ചെയ്തപ്പോൾ ദൈവം അതിനെ അപ്രിഷിയേറ്റ് ചെയ്തു. ദൈവം പറയുകയാണ്, നീ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്, മാത്രമല്ല നിന്നെ ഇതിനു വേണ്ടി അഭിഷേകം ചെയ്തത്, അതുകൊണ്ട് ഞാൻ നിന്റെ തലമുറ അനുഗ്രഹിക്കും. എന്നിട്ട് അതേ ദൈവം ഹോശേയയിൽ വന്നപ്പോ ഹോശേയയിൽ കൂടെ പറയുക, അന്ന് യേഹൂ ചെയ്തതിന് ഞാൻ യേഹൂവിന് വെച്ചിട്ടുണ്ടെന്ന്. അതെന്നാ പരിപാടിയാ ദൈവമേ? അത് കൊള്ളാമോ? ദൈവം തന്നെ പറഞ്ഞു ചെയ്തോളാൻ, എന്നിട്ട് അതിനുവേണ്ടി അഭിഷേകം ചെയ്തു. ദൈവം പറഞ്ഞത് ചെയ്തിട്ട്, ദൈവം പറഞ്ഞത് ചെയ്തപ്പോ ദൈവം അപ്രിഷിയേറ്റ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോ പറയുക, അന്ന് യേഹൂ ചെയ്ത രക്തപാതകത്തിന് ഞാൻ യേഹൂ ഗൃഹത്തോട് സന്ദർശനം അയക്കും, എന്നിട്ട് ഇസ്രായേലിലുള്ള സകല രാജത്വവും ഇല്ലാതെയാക്കും. ദൈവം ഒരിക്കൽ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് പിന്നീട് എന്തിനാണ് ഇവനോട് ഇങ്ങനെ പെരുമാറിയത്? ഇവിടെയാണ് വലിയ ചിന്ത കിടക്കുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത്? വായിക്കുന്നത് ഇങ്ങനെയാണ്, 2 രാജാക്കന്മാർ 10:26 മുതൽ. ശ്രദ്ധിക്കൂ. ബാൽ ക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്ന് പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. അതിനു മുമ്പിൽ ചില കാര്യങ്ങളുണ്ട്. അവർ ബാൽ സ്തംഭത്തെ തകർത്ത് അതിന്റെ ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. ശ്രദ്ധിക്കണം, യേഹൂ ചെയ്തതെന്ന് അറിയാമോ? ഈ ജസ്രീലിലേക്ക് ചെന്ന് ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് ബാൽ സ്തംഭത്തെയൊക്കെ തകർത്ത് ഒന്നാമത്തെ ഒരു ടോയ്ലറ്റ് പണിതു. അങ്ങനെ എഴുതിയേക്കുന്നത്. അമ്പലം പൊളിച്ച് ടോയ്ലറ്റ് പണിഞ്ഞെന്ന് പറഞ്ഞ എന്നാ പദം കൊണ്ട് അതിനെ വിയോജിക്കേണ്ടത്? ഈ മനുഷ്യൻ ചെയ്തത് കേട്ടോ, ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേൽ വന്നപ്പോൾ ദൈവത്തിന് വേണ്ടി എരിവേറി ദൈവം ഏൽപ്പിച്ചത് മുഴുവൻ ശക്തിയോടെ അങ്ങ് ചെയ്തിട്ട് അന്നത്തെ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് അതിന് പകരം ഒരു മറപ്പുര ടോയ്ലറ്റ് വേണത് വെച്ചു കഴിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്കിൽ വായിക്കാം, ഇങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ അന്യദൈവാരാധന ആ ദേശത്തു നിന്ന് ഇല്ലാതെയാക്കുന്ന ഒരു പ്രവൃത്തി ഇവൻ ചെയ്തു. എന്നാൽ അടുത്ത പദത്തിൽ പരിശുദ്ധാത്മാവ് എഴുതുകയാണ്, എങ്കിലും, ശ്രദ്ധിക്കണേ, എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളെ യേഹൂ വിട്ടുമാറിയില്ല. ഓ, എന്താ അതിന്റെ അർത്ഥം? ഒരു വശത്ത് ദൈവത്തിന്റെ അഭിഷേകം, ആ അഭിഷേകം വഹിക്കുന്നവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി ഓടി നടന്ന് മിനിസ്ട്രി ചെയ്യുക, ദൈവത്തിനു വേണ്ടി എരിവേറി പ്രവർത്തിക്കുക. അത് കണ്ടപ്പോഴൊക്കെ ദൈവമേ പറയാ, നീ എനിക്ക് ഇഷ്ടമുള്ളതാ ചെയ്യുന്നത്. പക്ഷേ മറുവശത്ത് പാപം ഹോൾഡ് ചെയ്യുക. മനസ്സിലാവുന്നു? ഈ രാത്രിയിൽ ഒരു വശത്ത് ആത്മീയതയുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ മറുവശത്ത് പാപവും ഹോൾഡ് ചെയ്യുന്നു യേഹൂ. ദൈവത്തിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുമ്പോഴും യൊരോബയാമിന്റെ പാപത്തെ വിട്ടുമാറാതെ മറുവശത്ത് പാപം ഹോൾഡ് ചെയ്തപ്പോൾ ദൈവം അവനോട് വാഗ്ദത്തം കൊടുത്തു. എങ്കിലും പിന്നത്തേതിൽ അവനെതിരെ
ന്യായവിധിയുടെ വാളയക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയുന്നു. എന്താണ് ഇന്ന് രാത്രി ഈ ചിന്ത നമ്മുടെ മുമ്പിൽ വെക്കുന്നത്? ദൈവമക്കളെ, നാം ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നു, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്. എല്ലാ ആത്മീയ ആക്ടിവിറ്റികളും നമ്മൾ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ദൈവഹിതമില്ലാത്തത് ഹോൾഡ് ചെയ്യുന്നു. ഇതാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ മുറുകെ പറ്റുന്ന പാപം. ഓ, ഇന്ന് രാത്രി ദൈവമക്കളെ, ഒരു വശത്ത് നമ്മളെ കാണുന്നവരെല്ലാം നല്ല ആത്മീകരാണെന്ന് പറയുമ്പോൾ ദൈവഹിതമല്ലാത്തത് മറുവശത്ത് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമല്ല, ഇത് ദൈവിക ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കില്ല. ഈ രാത്രിയിൽ ഞാൻ വളരെ വിനയത്തോടെ ദൈവമക്കളോട് പറയട്ടെ, ഒരു വശത്ത് നമ്മളെല്ലാം ആത്മീകരാണ്, മനുഷ്യൻ കാണുന്ന ഏരിയയിലെല്ലാം നമ്മൾ ആത്മീകരാണ്. എന്നാൽ മനുഷ്യർ കാണാത്തതും ദൈവം മാത്രം കാണുന്നതുമായ ചില ഏരിയകൾ നമുക്കുണ്ട് എന്ന് ഇന്ന് രാത്രി മറക്കരുത്. ഞാനതിനെ ഒന്നുകൂടെ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് അവൻ ഇത് വ്യക്തമാക്കി തരുവാൻ ആഗ്രഹിക്കുക. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴേ തന്റെ ആ ശുശ്രൂഷ സമയത്ത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്കറിയാം, ഗിരിപ്രഭാഷണം നടത്തുന്നതിന് ഇടയിൽ യേശു കർത്താവ് മുന്നോട്ട് വെച്ച ഒരാശയമുണ്ട്. എന്താണ്? മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, മാത്യു 7 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന ഒരു പദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കൂ, അതിന്റെ 7-ാമത്തെ അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ശ്രദ്ധിക്കണേ, ആ നാളിൽ പറയും, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും. ശ്രദ്ധിക്കണേ, കർത്താവ് പറയുക, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് ഏതുമല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിക്കുമ്പോൾ യേശു പറയുന്നത് എന്താണ്? കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തു. ആരുടെ നാമത്തിൽ? കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ നാമത്തില ഈ ആക്ടിവിറ്റികളെല്ലാം നടക്കുന്നത്. പ്രവചനം കർത്താവിന്റെ നാമത്തില, രോഗശാന്തി കർത്താവിന്റെ നാമത്തില, ഭൂതോച്ചാടനം കർത്താവിന്റെ നാമത്തില. പക്ഷെ കർത്താവുമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. കർത്താവ് ഇവരെ അറിയുന്ന പോലുമില്ല. ഇവര് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നു, പക്ഷെ കർത്താവുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. അതിന്റെ അർത്ഥം തന്നെ, യേശുവായിട്ട് ബന്ധമില്ലാതെ ഇതൊക്കെ നടക്കും. പ്രവചനം നടക്കും, ഭൂതോച്ചാടനം നടക്കും, വീര്യപ്രവർത്തി നടക്കും. യേശുമായി ബന്ധം വേണമെന്നില്ല ഇതൊന്നും ചെയ്യാൻ. കഥ പറയാം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇത് ചെയ്യുമ്പോഴും കർത്താവിന് ഇവരുമായി ഒരു ബന്ധമില്ലെന്നേ. ഒരു നാളും ഇത് ചെയ്യുമ്പോഴും കർത്താവിന് ഇവരെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ദൈവത്തിന് ബന്ധമില്ല. കർത്താവിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് അറിവില്ലാത്തവരാണെന്ന് ചിന്തിക്കല്ലേ. കർത്താവിന് ഈ വിഷയത്തിൽ ഇവരുമായിട്ടൊരു ബന്ധമില്ല. ഗൗരവത്തോടെ കാണിക്കണേ, അറിയണേ ദൈവമക്കളെ. പ്രവചിക്കുന്നത് എല്ലാം ദൈവനാമത്തിലാണോ നിർബന്ധമൊന്നുമില്ല. ദൈവനാമത്തിലാണ് പ്രവചിക്കുന്നത്, ദൈവികമാകണമെന്നില്ല.
ഭൂതങ്ങളെ പുറത്താക്കുന്ന വലിയ മിറക്കിളുകൾ നടത്തുന്ന ശുശ്രൂഷകൾ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. യേശുവുമായി ഒരു ബന്ധമില്ലാതെ ഈ കലാപരിപാടികളെല്ലാം നടക്കും, ഈ ആക്ടിവിറ്റികളെല്ലാം നടക്കും. പക്ഷെ കർത്താവിന് ഇതുമായിട്ടൊരു ബന്ധമില്ല. കർത്താവ് പറഞ്ഞ കേട്ടോ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അതിന്റെ അർത്ഥം എന്നാ? പ്രവചിക്കുന്നത് അധർമ്മമാണോ? അല്ല. ഭൂതങ്ങളെ പുറത്താക്കുന്ന അധർമ്മമാണോ? അല്ല. വീര്യപ്രവർത്തി അധർമ്മമാണോ? അല്ല. പിന്നെന്നാ കർത്താവ് ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ അധർമ്മമാണ്? അധർമ്മമാകുന്നത് എപ്പോഴാ? ഇത് ദൈവവുമായി ബന്ധമില്ലാതെ ചെയ്യുമ്പോഴാ. ഇതിന്റെ ഉടമസ്ഥനുമായി ബന്ധമില്ലാതെ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോ. സ്തോത്രം. ഇന്ന് ആത്മീക കോളത്തിൽ കാണുന്നത് പലതും ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. യേശു അതിനെ വിശദീകരിച്ച് താഴോട്ട് വരുമ്പോ രണ്ടുപേര് വീട് പണിതതിനെ കുറിച്ച് ചിന്ത കൂടെ പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ രണ്ടുപേര് വീട് പണിതു. വീട് പണിതതിനെ കുറിച്ച് യേശു പറയുന്നത് എന്താണ്? ഒരുവൻ മണലിന്മേൽ പണിതു, ഒരുവൻ ആ പാറമേൽ പണിതു. രണ്ടു വീടിന്റെ കാറ്റടിച്ചു. രണ്ടു വീടിന്റെ മുകളിൽ ആമേൻ മഴ വന്നു. അത് വല്ലാത്ത കാറ്റ് അതിന് മേൽ അടിച്ച് അത് ഒരെണ്ണം വീണു. മണലിന്മേൽ പണിത് വീണു, പാറമേൽ പണിത് വീണില്ല. നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ചു വിടാറില്ലേ? പാറയുടെ അടിസ്ഥാനം നല്ല സ്ട്രോങ് ആണെന്നും മണലിന്റെ അടിസ്ഥാനം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടും കാറ്റടിച്ചപ്പോ വീണുപോ എന്ന് പ്രസംഗിച്ച് ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മണലിന്റെ ഫൗണ്ടേഷൻ മോശമാണെന്ന്? പാറ ഉറപ്പുള്ളത് മണൽ ഉറപ്പില്ലാത്തതും ആയതുകൊണ്ട് വീണുപോയതാണെന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അറിയണം, മണൽ ഫൗണ്ടേഷൻ ഒട്ടും മോശമല്ല. ഞാൻ 8 വർഷം ഫൗണ്ടേഷൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തൊരു മനുഷ്യൻ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും നല്ല ഫ്രിക്ഷൻ ഉള്ള അനുഭവമാണ് മണൽ എന്ന് പറയുന്നത്. മണലിനകത്ത് കൈകുത്തി ഇറങ്ങുകയല്ല. കൊച്ചിയിലുള്ള പല ബിൽഡിങ്ങുകളുടെയും ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്തേക്കുന്നത് പാറയിലല്ല, മണലേല. മണൽ നല്ല അടിസ്ഥാനം തന്നെയാണ്. സാൻഡ്, ലൈം, പയൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പയൽ ഫൗണ്ടേഷൻ തന്നെയുണ്ട്. ചെളിക്കകത്ത് മണലും ലൈമും കൂടെ മിക്സ് ചെയ്ത് ബോർ ചെയ്ത് അതിനകത്ത് ഇറക്കി സ്ട്രെങ്തൻ ചെയ്തിട്ട് അതേ വീട് കെട്ടിടം പണിയും. അപ്പൊ സാൻഡ് എന്ന് പറയുന്നത് നല്ല ഫൗണ്ടേഷൻ തന്നെയാണ്. പിന്നെ യേശു പറഞ്ഞത് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ഫൗണ്ടേഷൻ, മുകളിലോട്ട് 2 വീട് പണി. ഈ മുകളിലോട്ടുള്ള വീട് കണ്ടാൽ നല്ല പണിയാന്ന് തോന്നും. മനുഷ്യൻ കാണുന്നത് ആ ഏരിയ. നമ്മളൊരു വീട്, ഇപ്പം ബിനോയ് ചാൻ ഒരു വീട് വെച്ചു, എന്നെ ഹൗസ് വാമിങ്ങിന് വിളിച്ചു. പാസ്റ്റർ അല്ലേ, വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ചെല്ലുമ്പോഴേ വീടൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു, അകത്ത് കയറി കണ്ടു, പുറത്തും കണ്ടു. നല്ല മനോഹരമായ കണ്ടംപററി സ്റ്റൈലിൽ നല്ല വീട് വെച്ചേക്കും. ഞാൻ പറഞ്ഞ അച്ഛൻ നല്ല മനോഹരമായിരുന്നു. ഞാൻ നമ്മുടെ ആരും വീടിന്റെ ഫൗണ്ടേഷൻ മാന്തി നോക്കിയിട്ട് വീട് നല്ലതാന്ന് പറയുകയല്ല. മനുഷ്യൻ കാണുന്ന ഏരിയ കണ്ടിട്ടേ പറയൂ. അതിന്റെ അർത്ഥം എന്നാ? ഒരു വീടിന് മനുഷ്യൻ കാണുന്ന ഏരിയ ഉണ്ട്, മനുഷ്യൻ കാണാത്ത ഏരിയ ഉണ്ട്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് മനുഷ്യൻ കാണുന്ന ഏരിയ ഉണ്ട്, ദൈവം കാണുന്ന ഏരിയ ഉണ്ട്. മനുഷ്യൻ കാണുന്ന ഏരിയ കൈയിടിയുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, പ്രവചനമുണ്ട്, രോഗശാന്തിയുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. എന്നാ ശുശ്രൂഷയാണെന്നറിയാമോ? ശക്തത, ഭയങ്കര പ്രസംഗ എന്നൊക്കെ മനുഷ്യൻ വരയിടും. പക്ഷേ അത് കണ്ടിട്ടല്ല തമ്പുരാൻ പറയുന്നത്. മനുഷ്യനെ കാണാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന ഒരു രഹസ്യ മേഖലയുണ്ട് ദൈവമക്കൾക്ക്. ഈ രാത്രി അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ന്യായവിധിയുടെ കാറ്റിന് മുൻപാകെ നമ്മുടെ ആത്മീക ജീവിതം തകർന്നു പോകും. എന്താ ഈ വിഷയത്തിൽ ദൈവത്തിലുള്ള മനോഭാവം? അതുകൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കും. നാളെ 2 വ്യക്തിത്വങ്ങളെ കൂടെ അവതരിപ്പിച്ച് ഈ സന്ദേശത്തിന് ഫുൾഫിൽ ചെയ്ത് 4ാമത്തെ ദിവസം മറ്റൊരു വിടുതലിന്റെ സന്ദേശം പറഞ്ഞ്
അവൻ ഈ യോഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും നല്ല ഭക്തൻ, വിശുദ്ധിക്ക് ഏറെ ഉത്തമ ഉദാഹരണം ആരാന്ന് നമുക്കറിയാമല്ലോ, ജോസഫ്. ജോസഫ് ഒരു നല്ല ഭക്തനാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വേദപുസ്തകം പറയുന്നു യഹൂദ രൂപൻ പാപം ചെയ്യുന്നു, യഹൂദ ദുർനടപ്പ് ആചരിക്കുന്നു, ജോസഫ് തന്നെ തന്നെ സൂക്ഷിക്കുന്നു. ജോസഫിന്റെ പ്രത്യേകത അറിയാമോ? വിശുദ്ധിയിൽ ഏറ്റവും ശ്രേഷ്ഠൻ. പാപം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ എന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞ് ചെയ്തില്ല. അവൻ പറയാ, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ, വേറെ ആരും കാണുകയില്ലായിരുന്നു. പൊത്തിഫറിന്റെ ഭാര്യ മാത്രമുള്ളപ്പോൾ ഞാനും ആ സ്ത്രീയും മാത്രം ശേഷിക്കെ എന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ ഭാഷ പറഞ്ഞാൽ, ഞാൻ പദം ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ പദം ശ്രദ്ധിക്കണേ, ലോകത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഒരു രാജ്യത്തിന്റെ മൂന്നാമത്തെ പദവി അലങ്കരിക്കുന്നവനാണ് പൊത്തിഫർ. അവന്റെ ഭാര്യയുമായി ഒരു നല്ല റിലേഷൻഷിപ്പ്. പിന്നെ എന്നാ വേണം? അവൻ പറഞ്ഞ പിന്നെ എല്ലാം നടക്കില്ലേ? ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്നപ്പോ പറയാ, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അതിന്റെ അർത്ഥം, എടി പെങ്കൊച്ചേ, ഞാൻ നിന്നോടിപ്പം അവ ഇത്തിരി സന്തോഷത്തോടെ ഇടപെട്ടാറുണ്ടല്ലോ, നിന്റെ ഭർത്താവ് കാണുകയല്ല, പക്ഷേ എന്നെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്, കാണാതിരിക്കുന്നില്ല. എന്റെ ദൈവം എന്നെ കാണുന്നു എന്നുള്ള വലിയ ബോധ്യം ആ മനുഷ്യനുണ്ട്. ഓ, ജോസഫിന്റെ പ്രത്യേകത പാപത്തിൽ വീഴാതെ തന്നെ തന്നെ സൂക്ഷിച്ചു. 2, ഇവൻ ചെയ്ത ഒരു രീതി വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്റെ അപ്പനെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഫറവോന്റെ മുമ്പിൽ ഇവരെ പ്രസന്റ് ചെയ്യുന്നതിന് മുൻപ് ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫറവോൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ പണി എന്ത്? അന്നേരം നിങ്ങൾ പറഞ്ഞോണം, ഞങ്ങൾ ഇടയന്മാരാണ്, പശുപാലകരാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഞങ്ങൾ ഇടയത്തൊഴിൽ ചെയ്യുന്ന, പശുപാലക ശുശ്രൂഷ ചെയ്യുന്ന, പശുക്കളെ പരിപാലിക്കുന്ന, കൃഷി ചെയ്യുന്ന ആൾക്കാരാ. ഇത് പറഞ്ഞോണം. നിങ്ങൾ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ ആരെങ്കിലും പറയുമോ, നമ്മുടെ ബന്ധുക്കൾ ഇത്ര മോശം ജോലി ആണെങ്കിൽ അവരെ അറിയത്തുപോലും ഇല്ലാത്ത ഭാവം നടിക്കുമ്പോ ജോസഫ് ഫറവോനോട് പറയുകയാണ്. ഫറവോൻ ചോദിക്കും, നിങ്ങളുടെ പണി എന്താന്ന്? അന്നേരം പറഞ്ഞോണം, എന്താണ്? ഞങ്ങൾ പശുപാലകന്മാരാന്ന് പറഞ്ഞോണം. എന്നിട്ട് അടുത്ത പദത്തിൽ എഴുതിക്കുക, പശുപാലകന്മാരെ മിസ്രയീമ്യർക്ക് അറപ്പാകുന്നു, വെറുപ്പാകുന്നു. അപ്പൊ ഈജിപ്തുകാർക്ക് വെറുപ്പായ, അറപ്പായ ഒരു കാര്യമാണ് പശുപാലനമെന്ന് അറിഞ്ഞിട്ടും ജോസഫ് പറയുകയാണ് അപ്പനോടും സഹോദരങ്ങളോടും, നിങ്ങൾ ഈജിപ്തിൽ വന്ന് ഫറവോൻ ചോദിക്കുമ്പോ ഇതല്ലാതെ വേറെ ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്തോ ചെയ്യും? നിങ്ങളെ ഈ ഈജിപ്തുകാരുടെ ഇടയിൽ പാർക്കാൻ അനുവദിക്കുകയല്ല. അപ്പൊ ജോസഫ് എന്നാ ചെയ്തതെന്നറിയാമോ? ഈ ചേട്ടന്മാരെ നന്നായിട്ട് അറിയാം. ഈജിപ്തുകാരുടെ ഇടയിൽ ഇവർ പാർത്താൽ ഈജിപ്ഷ്യൻ കൾച്ചർ ഇവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. ദൈവത്തിന്റെ പദ്ധതി ഈജിപ്തിലേക്ക് ഇവരെ അയക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, തനിക്കൊരു വിശുദ്ധ ഗണം, വിശുദ്ധ ജനമുണ്ടാകേണ്ടതിന്. ഇവരെ ഈജിപ്തിലേക്ക് ദൈവം അയച്ചത് ഒരു ഹോളി നേഷന്റെ ക്രിയേഷന് വേണ്ടിയാണ്. ആ ദൈവിക പദ്ധതി മനസ്സിലാക്കിയ ജോസഫ് അത് നടക്കണമെങ്കിൽ ഈജിപ്തുമായി മിങ്കിള് ചെയ്യാതെ ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് അവർക്ക് ഗോശൻ ദേശം വിഭജിച്ചു കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വാർപ്പിച്ചത്. ശ്രദ്ധിക്കണേ, ദൈവിക വിളിയുടെ ശ്രേഷ്ഠതയും ദൈവിക പദ്ധതിയുടെ ആഴവും തിരിച്ചറിഞ്ഞ ആ വിശുദ്ധൻ ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്നെ തന്നെ ഇത്രയേറെ സമർപ്പിച്ചത്
ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? അല്ല. കുറിച്ചുള്ള തന്റെ ജീവിതത്തെ കുറിച്ചുള്ള തന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ആഴം എന്തെന്നറിയാവുന്ന മനുഷ്യൻ, ഒരു കണിക പോലും ഈജിപ്തിന്റെ കൾച്ചർ തന്റെ ജനത്തിലേക്ക് കയറരുത് എന്ന് നിർണയമുള്ള ആ മനുഷ്യൻ, ഇസ്രായേലിനൊരു സെപ്പറേഷൻ ഉണ്ടാകണമെന്ന ഹൃദയത്തിൽ നിർണയമുള്ള ആ മനുഷ്യൻ, അതിനുവേണ്ടി കണ്ടെത്തിയ വഴിയായിരുന്നു നിങ്ങൾ പശുപാലകരാണെന്ന് പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ഇതിലും പരം ഒരു വിശുദ്ധനെ എവിടെ കിട്ടുന്നേ? ദൈവാത്മാവുള്ള വിശുദ്ധ ജീവിതമുള്ള ഒരു ജോസഫിനെ പോലെ പഴയ നിയമത്തിൽ ആരുണ്ട് വിശുദ്ധൻ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ മനസ്സിലാവുന്നോ? വിശുദ്ധിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പഴയ നിയമ ഭക്തൻ വേറെയില്ല. ഇവൻ അബ്രഹാമിനെ പോലും യാക്കോബിനെ പോലും അവൻ ഇസ്ഹാക്കിനെ പോലും ഇതിനോട് ചേർത്ത് കെട്ടാൻ പറ്റില്ല. അവരിലൊക്കെ പലതും കണ്ടെത്താൻ കഴിയും. പക്ഷെ വിശുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത, ദൈവിക പദ്ധതിയുടെ ആഴം തിരിച്ചറിഞ്ഞ്, ദൈവിക വിളിയുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ്, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഈ മനുഷ്യനെ കുറിച്ച് ഒരു കുറവും പറയാനില്ലാതിരിക്കെ ഇത്രയേറെ വിശുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വിശുദ്ധൻ എന്ന് പറയാൻ എല്ലാവർക്കും കഴിയവേ ജോസഫിനെ പോലെ ഒരുവൻ ഇല്ലെന്ന് എല്ലാവർക്കും എഴുതി വെക്കാനിരിക്കെ ദൈവത്തിന് പറയാനുള്ളത് എന്താണ് ജോസഫിനെ കുറിച്ച്? വായിക്കാം. ആമോസ് പ്രവചനം 6-ാമത്തെ അധ്യായം 6-ാമത്തെ ആമോസ് പ്രവചനം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങൾ വിശേഷ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു, എങ്കിലും ജോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആമോസ് പ്രവചനത്തിലെ ഈ വാക്യം? സംശയമാണ് എനിക്ക്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ വാക്യം കാണുന്നവരുണ്ടാകാം. വർഷങ്ങൾക്ക് ശേഷം ആമോസ് പ്രവചിക്കുമ്പോ പറയാ, നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു, വിശേഷ തൈലം പൂശുന്നു, പക്ഷേ ജോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല. ജോസഫിൽ കേടോ? ജോസഫിൽ ഒരു കേടില്ലെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ എഴുതുമോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ മനുഷ്യന്റെ കേട് പരിശോധിക്കാൻ നോക്കി. ഏത് മേഖലയിലാണ് ജോസഫിന് കേട് പറ്റിയത്? എല്ലാ നിലയിലും വിശുദ്ധ ജീവിതം ചെയ്യാൻ പരിശ്രമിച്ച ഭക്തനായ മനുഷ്യൻ. പഴയ നിയമത്തിൽ ജോസഫിനെ പോലെ വിശുദ്ധ ജീവിതം ചെയ്ത മനുഷ്യനുണ്ടോ എന്ന് സംശയമാണ്. എന്നിട്ടും അവനിൽ കേട് ഉണ്ടെന്ന് ദൈവം പറയുന്നെങ്കിൽ അഫ്ലിക്ഷൻ ഓഫ് ജോസഫ് എന്ന് എഴുതിക്കുന്നല്ലേ? ജോസഫിലൊരു കേടോ? ജോസഫിലൊരു പ്രശ്നമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ ജോസഫിൽ ഒരു ചെറിയ പ്രശ്നമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് വേറൊന്നുമല്ല, ഈ ക്ഷാമം ഉണ്ടായ സമയത്ത് ജോസഫ് സഹോദരങ്ങളോടൊരു പാർഷ്യാലിറ്റി കാണിച്ചതാ, വേറെ ഒന്നുമില്ല. ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിന്നിട്ട്, പ്രമാണത്തിനു വേണ്ടി നിന്നിട്ട്, തന്നെ കുറിച്ചുള്ള തന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ചിട്ട് മനുഷ്യന്റെ മുമ്പിൽ ഒരു കുറവും കഴിയാത്തവനായി ജീവിച്ചിട്ട് ജീവിതത്തിൽ വന്ന ഒരു ചെറിയ പാർഷ്യാലിറ്റി, ഒരു പക്ഷഭേദം ദൈവാത്മാവ് വർഷങ്ങൾക്ക് ശേഷം ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുക ജോസഫിൽ കേടുണ്ടെന്ന്. ഇത് രാത്രി ദൈവമക്കളെ, എത്രത്തോളം ഗൗരവത്തോടെ നിങ്ങൾ ഇതിനെ കാണുന്നു. ഒരു നമുക്ക് പാർഷ്യാലിറ്റി കാണിച്ചു, അത് സാരമില്ലെന്ന് പറയല്ലേ? ദൈവം അങ്ങനെ സാരമില്ലെന്ന് പറയില്ല. ഒരു ചെറിയ പ്രശ്നത്തെ പോലും, ഒരു ചെറിയ കേടിനെ പോലും പാർഷ്യാലിറ്റി കാണിച്ച വലിയ കാര്യമാണോ? അവന്റെ ആൾക്കാരോട് ഇത്തിരി കരുണ കാണിച്ച വലിയ കാര്യമാണോ?
പക്ഷെ ദൈവിക പദ്ധതിയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ അതുപോലും ചെയ്യുന്നത് തെറ്റാണെന്ന് സ്വർഗം എഴുതി ചേർത്തിരിക്കുക. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാവുന്നോ? ഒരു വശത്ത് ജോസഫ് വിശുദ്ധിയുടെ കേദാരമാണ്, വിശുദ്ധിയുടെ എവറസ്റ്റ് ആണ്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. മറുവശത്ത് ചെറിയ കേട് ഹോൾഡ് ചെയ്യുക, രക്തത്താൽ ചെയ്യും. ഇത് അവന്റെ ജീവിതത്തിന്റെ കേടായി ദൈവാത്മാവ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യസനിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യസനിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, നമ്മൾ എത്ര വിശുദ്ധ ജീവിതം ചെയ്താലും, നമ്മൾ എത്ര ഭക്തിയോടെ ജീവിച്ചാലും, അറിയാതെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ പിഴവ് പോലും നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ ദൈവം കണക്കിടുന്നു എങ്കിൽ എത്ര ഭക്തിയോടും കരുതലോടും എത്ര അവൻ ശ്രേഷ്ഠമായ അനുഭവത്തോടും കൂടെ വേണം നമ്മുടെ ഈ ലോക വിശുദ്ധ ജീവിതം നയിക്കാൻ. നമ്മൾ ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാൻ സമയമായി. എനിക്കറിയാം, ഞാൻ നിശ്ചയമായിട്ട് മനസ്സിലാക്കുന്നു, ആഴമേറി കൈ ആഞ്ഞടിച്ച് ആരാധിക്കാൻ പറ്റിയ ഒരു സന്ദേശമല്ല ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ഒരു ചെറിയ കാര്യം നമ്മൾ പോട്ടെ സാരമില്ലെന്ന് പറയുന്ന ചെറിയ കാര്യം പോലും നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാണെങ്കിൽ നോ പറയാൻ ഇന്ന് രാത്രി തയ്യാറാകണം. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ, ഈ ജീവിതം ദൈവത്തിനു വേണ്ടി നാം സമർപ്പിച്ചതാണെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവം ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ജീവിതത്തെ വലിയ നിലയിൽ ബാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് നമ്മെ ഒന്ന് ശോധന കഴിക്കാനിടയാകണം. ഒരു വശത്ത് ആത്മീകത, എല്ലാവരും കാണുന്ന മേഖലയിൽ പാട്ടും പ്രാർത്ഥനയും കയ്യടിയും ഉപവാസവും പ്രസംഗവും പ്രവചനവും എല്ലാ ക്രമീകരണങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്താലും ഇന്ന് രാത്രി ദൈവം കാണുന്ന ഏരിയകളിൽ ദൈവഹിതമല്ലാത്തത് കണ്ടാൽ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏതു നിലയിലായിരിക്കും കാര്യങ്ങളുടെ പോക്കെന്ന് ഈ രാത്രി നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ നാം ദൈവസന്നിധിയിലിരിക്കുക. 2025 നമുക്ക് ലഭിക്കുമോ നമുക്കറിയില്ല. യൗവനക്കാർ അനേകർ ലോകത്തൊന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് UK എന്ന രാജ്യത്ത് വളരെ പ്രതീക്ഷയോടെ സ്റ്റെപ്പ് വെച്ച പലരും ഇന്ന് ആ രാജ്യത്തില്ല. എത്ര യൗവനക്കാരാണ് ആ രാജ്യത്ത് നിന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. നാം ഒക്കെ നല്ലവരും അവരൊക്കെ മോശക്കാരുമായതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. അവരുടെ ആയുസ്സിനെ കുറിച്ച് ദൈവമിട്ട സമയം കഴിഞ്ഞതുകൊണ്ടും നമ്മുടെ ആയുസ് ഇത്രത്തോളം ദീർഘിപ്പിക്കാൻ തീരുമാനസായതുകൊണ്ടുമാണ് നാം ഇന്ന് രാത്രി ജീവിച്ചിരുന്ന ഈ സന്ദേശം കേൾക്കുന്നത്. 2025 നമുക്ക് കിട്ടുമോ അറിയില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥന വാചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നിത്യത നഷ്ടപ്പെട്ടു പോകാതെ നിത്യരാജ്യത്തിന്റെ അവകാശികളായി അവനോട് ഒരുമിച്ച് നിത്യ സന്തോഷം പങ്കിടുവാൻ ഇടയാകണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പുനർവിചിന്തനത്തിനു വിധേയമാക്കാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തിരുഹിതമല്ലാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് നേറ്റു പറയാം. നമ്മുടെ സ്വമേധാഭാവത്തെ കുറിച്ച് ഇന്നലെ വായിച്ചു നിർത്തിയുള്ളൂ, ധ്യാനിച്ചില്ല. ഒടുവിൽ അത് പറഞ്ഞായിരിക്കും ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി അതിന് ഒരു ചിന്ത ഒന്ന് പറഞ്ഞോട്ടെ, അതുകൂടെ പറഞ്ഞ് ഈ സമയം അവസാനിക്കും. ഇന്നലെ രാത്രി നമ്മള് സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത് എന്താണ്? ദാവീദ് പറയാ, സ്വമേധാഭാവങ്ങളെ അകറ്റിയടിയെ കാക്കണമേ, അതെന്റെ മേൽ വാഴരുതേ.
സ്വമേധാഭാവം എന്താണ് എന്ന് ഒരെണ്ണം ഞാൻ പറഞ്ഞു. ഇമാജിനേഷൻ എന്നാണ് നമ്മൾ അതിനെ വായിച്ചത്. പ്രിസംപ്റ്റുവസ് ഇൻ റെയിനിങ്. എന്താണ്? ഒരുവനെ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുകയും അത് ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളിച്ചതല്ല, പ്രവാചകൻ സ്വയംകൃതമായി സംസാരിച്ചത്രേ എന്ന് പറയാം. പ്രവാചകൻ ഇമാജിൻ ചെയ്ത് പറഞ്ഞ നമുക്കുണ്ടോ ഇമാജിനേഷൻ? നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, ശുശ്രൂഷകനെ കുറിച്ച് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക. നോ, ഇമാജിനേഷൻ പാപമാണ്, പാപമാണ്. നമ്മുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുമെന്ന് ഇത് രാത്രി നാം തിരിച്ചറിയണം. ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ അരമണിക്കൂർ ലേറ്റ് ആയാൽ ഇമാജിനേഷൻ കാട് കയറുന്നുണ്ടോ? ഭർത്താവ് അരമണിക്കൂർ ലേറ്റ് ആയാൽ ഇമാജിനേഷൻ കാട് കയറുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അവൻ പുറത്തു പോയിട്ട് ലേറ്റ് ആയാൽ ഇമാജിനേഷൻ വർദ്ധിക്കുന്നുണ്ടോ? അവരെ കുറിച്ച് അരുതാത്ത ഇമാജിനേഷനുകൾ ഈ രാത്രി നമുക്ക് നമ്മെ ശോധന കഴിക്കണം. ഒരു ചിന്ത കൂടെ ഇന്ന് രാത്രി സ്വയംകൃത നമ്മള് വായിച്ചത് പ്രിസംപ്റ്റുവസ് എന്ന പദം, അതിന്റെ ഒരു ചിന്ത കൂടെ നമ്മൾ ഇന്ന് രാത്രി ഒന്ന് വായിച്ചിട്ട് സന്ദേശത്തിനെ അവസാനിപ്പിക്കാം. 17 ആവർത്തന പുസ്തകം തന്നെ 17-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 17-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 5 റൂട്ടിൽ സ്വമേധാഭാവത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയും. വേഗത്തിൽ വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. സ്തോത്രം. ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. 12-ാമത്തെ വാക്യം മാത്രം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് 12 17 ഇപ്പൊ ഡിസ്പ്ലേ ചെയ്ത യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. മതി. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്തു നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, presumptuously, the men that will do presumptuously എന്നാണ് എഴുതിയിരിക്കുന്നത്. അഹങ്കാരം കാണിക്കുക, presumptuous, പ്രൗഢ കാണിക്കുക, ശുശ്രൂഷകന്റെ വാക്ക് കേൾക്കാതെ, പാസ്റ്ററെ ബഹുമാനിക്കാതെ, അനുസരിക്കാതെ പ്രൗഢ കാണിക്കാനുള്ള ചിന്ത നമ്മളിൽ ഉയർന്നു വരുന്നെങ്കിൽ ഇന്ന് രാത്രി അറിയണം, അത് പ്രിസംപ്റ്റുവസിനാണ്, സ്വമേധാഭാവമാണ്, അരുതാത്തതാണ്, നിത്യതയെ ബാധിക്കുന്നതാണ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പോകും. ഈ രാത്രി ദാവീദിനെ പോലെ നമുക്കൊന്ന് പറയാം, കർത്താവേ, സ്വമേധാഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അതെന്റെ മേൽ വാഴാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രൗഢ ഉയരുന്നുണ്ടോ? അഹങ്കാരം ഉയരുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകനെ അനുസരിക്കാതിരിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലുമൊക്കെയുള്ള പ്രൗഢ ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഈ രാത്രി അത് നാം താലോലിക്കരുത്, അതിനെ വെച്ചു പൊറുപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തോട് അതിനെ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുവാൻ ഈ രാത്രി നമുക്ക് തയ്യാറാകാം. ഒരു വശത്ത് നാം കൈയടിക്കും, പാട്ടുപാടും, ആത്മിക ശുശ്രൂഷകളിലെല്ലാം വ്യാപൃതരാകും. എന്നാൽ മറുവശത്ത് സ്വമേധാഭാവത്തെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അറിയാതെ വന്നുപോയ തെറ്റിനെ എന്നോട് ക്ഷമിക്കണമേ. സ്വമേധാഭാവം എന്റെ മേൽ വാഴുവാൻ അങ്ങ് അനുവദിക്കരുത്. ഇന്ന് രാത്രി ദൈവമക്കളെ, പാപം വാഴുന്നുണ്ടോ? പാപം നമ്മുടെ മേൽ വാഴുന്നുണ്ടോ? സ്വമേധാഭാവം വാഴുന്നുണ്ടോ? ഈ രാത്രി നമുക്ക് ഏറ്റുപറഞ്ഞ ക്രിസ്തു നമ്മിൽ വാഴുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ക്രിസ്തു നമ്മളിൽ ഒന്ന് വാഴട്ടെ. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ മഹത്വം നമ്മളിൽ ഒന്ന് വാഴട്ടെ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി നാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടാൻ
ക്രിസ്തു വാഴുന്നവരായി, പാപം വാഴുന്നവരായിട്ടല്ല, ക്രിസ്തു വാഴുന്നവരായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി സമർപ്പിക്കാം. അവൻ മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങളെ വിട്ടോടാം. ഇന്ന് രാത്രി അതിനു വേണ്ടിയുള്ള കൃപ പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് സമർപ്പിച്ചാൽ, നമ്മൾ സാധാരണ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രി കർത്താവദാസൻ അവൻ ബിനോയ് ചാൻ ഒരു പാട്ട് ധ്യാനത്തോടെ പാടും. കർത്തൃവേശയുടെ മധ്യത്തിൽ നമ്മൾ സാധാരണ പാടുന്ന പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് ധ്യാനിച്ചു പാടാം ദൈവമക്കളെ. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ആ ധ്യാനത്തിന്റെ സമയത്ത് ആ പാട്ടിന്റെ ഈരടികൾ ധ്യാനത്തോടെ പാടുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ, അറിയാതെ എന്റെ മേൽ വാഴുന്ന സ്വമേധാ പാപങ്ങളുടെ അനുഭവങ്ങൾക്കൊരു മാറ്റം വരണം. എന്റെ മേൽ ക്രിസ്തു വാഴുവാനിടയാകണം. നിത്യത പ്രാപിക്കുവാൻ തടസ്സമായി കർത്താവെ, ജോസഫിന്റെ ജീവിതം അവൻ വിശുദ്ധിയിൽ സൂക്ഷിച്ചിട്ടും ഒരു ചെറിയ തെറ്റിനെ ദൈവാത്മാവ് ഹൈലൈറ്റ് ചെയ്ത് അതൊരു കേടായി കണക്കിട്ട് ജനത്തോട് ദൈവം ഇടപെട്ടു എങ്കിൽ എന്നോട് എത്ര അധികമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരുമിച്ച് പാടി ധ്യാനത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആ സമയത്തു തന്നെ എന്നെ കേട്ട ദൈവമക്കൾ നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുകയും ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ആഹ്വാനം തരുന്ന മേഖലകൾ ആരും കാണത്തില്ല. അവൻ നിങ്ങളുടെ ആ ജീവിതം ആർക്കും അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യൻ കാണാത്ത ഒരു ഏരിയ നമുക്കുണ്ട്. ദൈവം മാത്രം കാണുന്ന ഒരു ഏരിയ നമുക്കുണ്ട്. അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാം. ഈ രാത്രി അത് ദൈവാത്മാവ് നമ്മളോട് ഹൃദ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുക. പ്രൗഡ് ദൈവസന്നിധിയിൽ തെറ്റാണ്, പാപമാണ്. പാപമാണ്. നമുക്ക് ദൈവത്തോട് പറയാം, അഹങ്കാരം എന്റെ ജീവിതത്തിൽ വന്നുപോയി, ക്ഷമിക്കണമേ. ഇമാജിനേഷൻ വന്നുപോയി, ക്ഷമിക്കണമേ. ദൈവസന്നിധിയിലേറ്റ് പറയാം, പ്രാർത്ഥിക്കാം. കർത്തദാസൻ ഇപ്പോൾ ആ പാട്ടിന്റെ വരികൾ പാടുകയും ഒരുമിച്ച് ധ്യാനിച്ചു പാടുകയും ചെയ്യാം. ഈ വചന ചിന്തകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. വചനം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.